ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ട് നമുക്കൊരു മന്തി തയ്യാറാക്കിയാലോ. ചെറിയ ജാറെടുത്ത് 2 കഷ്ണം ഇഞ്ചിയും വെളുത്തുള്ളിയും, പെരുംജീരകം, മുളക് പൊടി 2 ടീസ്പൂൺ, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് അതിലോട്ട് സൺഫ്ലവർ ഓയിൽ 1/2 കപ്പ് ഒഴിച്ച് കൊടുത്ത് നന്നായി അരച്ചെടുക്കുക. ഉപ്പ് ചേർക്കാൻ മറന്നുപോയി, ഉപ്പും കൂടി ചേർത്ത് അരച്ചെടുക്കുക. എന്നിട്ട് ചിക്കനിലോട്ട് അത് നന്നായിട്ട് നല്ല രീതിയിൽ തേച്ച് പിടിപ്പിക്കണം. നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. ഞാൻ കുറച്ച് ചിക്കനേ എടുത്തിട്ടുള്ളൂ, ആവശ്യത്തിന് മതി. ഞങ്ങൾ 3 പേരുള്ളൂ, 3 പേർക്കുള്ള ചിക്കനേ എടുത്തിട്ടുള്ളൂ. എന്നിട്ട് നന്നായിട്ട് അതിൽ മസാല നന്നായി പിടിപ്പിച്ച് വെക്കണം. എന്നിട്ട് ഇത് 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ആ ടൈം കൊണ്ട് നമുക്ക് വെള്ളം ചൂടാക്കിയെടുക്കാം. എന്ന് 20 മിനിറ്റ് റെസ്റ്റ് കഴിഞ്ഞു. എന്ന് നമുക്ക് ക്യാപ്സിക്കം ഒരു 1/2 കപ്പ് ചേർക്കാം. എന്നിട്ട് സവോള ഇട്ട് കൊടുത്തു. എന്നിട്ട് അതിലോട്ട് കുറച്ച് കറിവേപ്പിൻറ്റില ഇട്ട് കൊടുക്കാം. എന്നിട്ട് 5 മിനിറ്റ് ഒന്ന് വേവിക്കാൻ വെക്കണം. എന്നിട്ട് നമുക്കിത് മറിച്ചിട്ട് കൊടുക്കണം. ചിക്കൻ മറിച്ചിട്ട് കൊടുക്കാം. ഇതേപോലെ വരണം, എന്നാലും മന്തിയുടെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതുകൊണ്ട് ഇതേപോലെ ഒരു 5 മിനിറ്റ് വേവിച്ചിട്ട് ഇതേപോലെ നമ്മൾ മറിച്ചിടണം. റൈസ് ഊറ്റി വെച്ചിട്ടുണ്ട്. ദമ്മിടുന്നത് കുക്കറിലാണ്. ചിക്കൻ നമുക്ക് കുക്കറിലോട്ട് മാറ്റാം. റൈസ് ഇട്ട് കൊടുക്കാം. റൈസ് ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ കുറച്ച് അതിൻ്റെ ചാറെടുത്ത് വെച്ചിരുന്നു, അത് കുറച്ച് ഒഴിച്ച് കൊടുക്കാം. എന്നാലേ അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. നമുക്ക് റൈസ് ഇട്ട് കൊടുത്ത് അതിൻ്റെ ഇടയിൽ ചാറും ഒഴിച്ച് കൊടുത്ത് ഫില്ല് ചെയ്യാം. ദമ്മിടാൻ വേണ്ടി മാത്രമാണ് ഈ കുക്കർ എടുക്കുന്നത്. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ചെയ്താൽ. ഇത് ഒരു 20 മിനിറ്റ് ഞാൻ ദമ്മിട്ടിട്ടുണ്ട്. എന്നിട്ട് വിസിലിട്ട് കൊടുത്തു. നമുക്ക് പാത്രത്തിലോട്ട് മാറ്റാം. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ചെയ്താൽ. പെട്ടെന്ന് 20 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് മന്തി തയ്യാറാക്കാം. എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, മറക്കരുത്.